കിച്ചൺ കിച്ചൺ. ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്ഥലം വരെ പോവാം കേട്ടോ. ഒരാളെ കൊണ്ടുവരാൻ പോകുന്നതാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിറങ്ങിയെന്ന് ചോദിച്ചാൽ ഞാൻ സിനിമയ്ക്ക് പോവാം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പിന്നെ അതുകൂടാതെ വീഡിയോ പിടിക്കാനുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പം വേറെ ഒന്നല്ല, ഞാൻ ലാസ്റ്റ് വെഡിങ് ആണെങ്കിൽ സോയിക്കുട്ടി ഒരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നല്ലോ, സർപ്രൈസ് കൊടുത്തായിരുന്നില്ല തിയേറ്ററിൽ. അപ്പോൾ ആ സിനിമ ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ബാലൻസ് വീഡിയോ പിടിക്കാനുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞാലേ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ വിശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോഴത്തേക്ക് നമ്മൾ ഈ വണ്ടിയിലാണ് പോണത്. പിന്നെ അതുകൂടാതെ പൊന്നൂസ് എൻ്റെ മുമ്പുണ്ട്. പൊന്നൂസിന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കാറി ചാടി കയറി. അപ്പോൾ ഞാൻ പൊന്നൂസ് ചോദിച്ചു, അപ്പോൾ എവിടേക്ക് നമ്മൾ പോകണേ, വല്ല സർപ്രൈസ് ഉണ്ടോയെന്ന് ചോദിച്ചു. പാവം. പിന്നെ വേറെ കേസിന് സോയിക്കുട്ടി വെഡിങ് ആനിവേഴ്സറി മുമ്പായാലും കുറച്ച് ഡൗൺ ആവും. ആൾക്കറിയില്ല, വീട്ടുകാർ മിസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ചേച്ചിയുടെ കുറച്ച് പ്രശ്നങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സങ്കടമാവും. ആൾ മൊത്തത്തിലൊരു ഹാപ്പി അല്ല. നമ്മുടെ മുമ്പിൽ എന്താ നല്ല ആക്റ്റീവായിട്ട് കിടക്കും. പക്ഷേ നമുക്കറിയാമല്ലോ, സ്ഥിരം കാണുന്ന ഒരാളെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസുണ്ട്. അപ്പോൾ നമ്മുടെ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് പോയി കൊണ്ടുവരാം. ഓക്കെ, അവിടെ സിനിമയ്ക്ക് പോണേ വ്ളോഗ് എടുക്കണ്ടേ? അടുത്ത വീഡിയോ ഉണ്ടാകും. അപ്പോൾ ഇത് നമ്മുടെ പോപ്പിച്ചേൻ്റെ കസിനാട്ടോ. ലാസ്റ്റ് ടൈം തിയേറ്ററിൽ വന്നായിരുന്നു. അപ്പോൾ പോപ്പിച്ചേനൊന്നും വയ്യ. പോപ്പിച്ചേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവന് വിട്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വണ്ടി എടുത്തില്ല, കാരണം ഡൗട്ട് അടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അപ്പുറത്തെ വീട്ടിലെ ജോയിച്ചേൻ്റെ വണ്ടി നമ്മൾ പിന്നെയും മേടിച്ച്. നമ്മൾ സ്ഥിരമായിട്ട് മറ്റേ ടൂറിന് പോണ വണ്ടി കേട്ടോ അത്. തിയേറ്ററിലെ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? അമ്മയുടെ ഫോട്ടോ, പൊന്നച്ചിന്റെ ഫോട്ടോ വന്നില്ലേ? പാട്ട് വേണമെന്ന് പാട്. ഓക്കേ, ഗുഡ് ഗേൾ. അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ നമ്മള് പൊന്നസിന് ഡാൻസ് വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഡാൻസ് സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പൊ 2 ആഴ്ചയായിട്ട് പോകുന്നുണ്ട്. അല്ല പൊന്നസേ, എങ്ങനെ ഡാൻസ് സ്കൂള് നല്ലതാണ്ടാ? ഓക്കെ. പൊന്നസേ, എന്താണ് എന്ത് പറ്റി? എന്ത് പറ്റി? സിനിമയ്ക്ക് പോകണ്ടേ? എന്താ വേണ്ടേ? ഫ്രഞ്ച് ഫ്രൈസാ? ഓക്കെ. നമ്മള് സിനിമയ്ക്ക് പോണില്ല. ഒരാളെ കൊണ്ടുപോകാൻ പോണതാ. അതെ. ഇത് ഏതാ സ്ഥലം? എയർപോർട്ടിൽ ആരെ സിനിമ കാണാൻ പോണേ? അപ്പോൾ അത് സെറ്റൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ നേരെ എയർപോർട്ടിൽ ഇപ്പോൾ എത്തി. ഇപ്പോൾ ലാൻഡ് ചെയ്യും. നമുക്ക് ആളെടുക്കാൻ പോവാം. ഇപ്പോൾ പൊന്നൂസിനോട് ഇപ്പോൾ പറഞ്ഞത് എവിടേക്ക് പോകണം പൊന്നൂസ? എവിടേക്ക് പോണേ അറിയില്ല. സിനിമയ്ക്ക് പോണോ അല്ല ആളെ കൊണ്ടുവരാൻ പോണോ? എന്താ ആളെ കൊണ്ടുവരാൻ പോണോ സിനിമയ്ക്ക് പോണോ? ആരാണെന്ന് കാണാം. ഇത് ആരുടെ കുഞ്ഞാവ പൊന്നൂസ? എൻ്റെ കുഞ്ഞാടെ പേരെന്താ? ഹയ്യ. എൻ്റെ ഈശോയെ. അപ്പോൾ അതെ, നമ്മുടെ ആൾ എത്തിയിട്ടുണ്ട്. ആളിപ്പോൾ ലഗേജ് എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പുറത്തോട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ കാണാം കേട്ടോ. ഓക്കെ. മനസ്സിലായോ? രസമായേ? അല്ല, നീ എന്താ നോക്കണേ? ഇതൊക്കെ ചേച്ചിയുടെ കേട്ടോ, ചേച്ചിയോട് ചോദിക്കരുത്. ഓക്കെ മൈ ഡിയർ ഡോട്ടർ, വെൽക്കം ടു കേരള അഗെയിൻ. ഓക്കെ, കമ്മാ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ മെരീനെ കുറിച്ച് ആരാണെന്ന്. നമ്മുടെ സോയിക്കുട്ടിയുടെ ചേച്ചിയുടെ മോളാണ്. അപ്പോൾ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചാൽ, സ്കൂളൊന്നും ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വെക്കേഷനാണ് അല്ലേ?
ഇതിന് വെക്കേഷൻ സ്റ്റാർട്ടായി. അവിടെ ഡിസംബറിലെ വെക്കേഷൻ. കാരണം വെച്ചാൽ അവിടെ തണുപ്പായതുകൊണ്ട്, സോറി, അവിടെ തണുപ്പായതുകൊണ്ട് വെക്കേഷനാണ് ഇപ്പം. അല്ലേ? ആർ യു ഹാപ്പി? ഓക്കെ. എന്താ 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 പൊന്നിസേ, അങ്ങനെ പറ്റിക്കാൻ പോവാ? പറ്റിക്കണ്ടേ? എങ്ങനെ വല്ല പ്ലാൻ ഉണ്ടോ? എന്താ പ്ലാൻ പറ. ഏത് കൂട്ടുകാരി? ഇത് കൂട്ടുകാരില്ല. ഇത് ആരത്? ഇതാരാ? മെറീന ചേച്ചിനെ അറിയില്ലേ? നല്ല തുമക്കോ ഫുൾ स्वर्गोत मेरीना कुट्टे कैसा है ट्रैवल? बहुत ज्यादा हेक्टिक था, बहुत ज्यादा. वो गेट नंबर വലിയ എയർപോർട്ടാണത്. बहुत नर्वस हो गए. Forgot my name. आप उनसे forgot my name. നീ ചെയ്ത വീഡിയോ പോയിട്ടില്ലേ? സേവിയറിന്റെ അത് മേടിച്ചാ? അത് മേടിച്ചാ നീ? പറ, എങ്ങനെ സർപ്രൈസ്? ചേച്ചി ഇത് വൺ സെക്കൻഡ് ഇത് എന്റെ മോളാട്ടോ. എന്റെ മോള് തന്നെ സർപ്രൈസ്. നേരം പോയിട്ട് സർപ്രൈസ് ഔട്ടും. എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലടാ. അപ്പൊ അതാണ് ഒരു ഡൗട്ടായിരിക്കണേ. എന്റെ മോള് തന്നെ സർപ്രൈസിന്റെ കാര്യത്തില് അവൾക്ക് അറിയാം എങ്ങനെ ചെയ്യണോ അല്ലേ. അപ്പൊ അതെ, ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എങ്ങനെ ഇവിടെ മുന്നിൽ പ്രസന്റ് ചെയ്ത് എനിക്കറിയില്ല. ഒരു ഐഡിയയും ഇന്നില്ല. അപ്പൊ അതാണ് പ്രശ്നം. പെട്ടെന്നുള്ളതായിരുന്നു. കാരണം വെക്കേഷൻ അല്ല. അപ്പോൾ അവളവിടെ വെറുതെ ഇരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരട്ടെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ആളെ കയറ്റി ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ വന്ന് എനിക്ക് തലയ്ക്ക് അവിടെ പ്രാന്തിരിക്കുക. ഇപ്പം എങ്ങനെ കൊടുക്കണത് ഒരു പിടുത്തമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ എത്തുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ഐഡിയ വരും. നമുക്ക് നോക്കാം. ഇതെന്താ പറഞ്ഞ നമുക്ക് എത്ര ഏജ് തോന്നും? അപ്പോൾ അദ്ദേഹം 22 പോലെ. कितना एज है अभी? 18 ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒന്നല്ല. ചോട്ടാ പച്ചേ ടോയ്. പുനസിന് ടോയ്സ് മേടിക്കാൻ പോണ്. പുനസിനെ ചേച്ചി ടോയ്സ് മേടിച്ചു തരാന്ന്. പുനസേ, ഈ ടോയ്സ് അല്ലേ? ഇതല്ലേ വേണമെന്ന് പറഞ്ഞേ? ഇതല്ലേ വേണ്ടേ? ഓക്കെ. അതാരാ പുനസ? അതാരാ കാണിച്ചേ? എടുത്ത ഏതാ ആൻസി? ഇതാ പാവല്ലേ. ആൻസിക്ക് പാവം മേടിച്ചു കൊടുക്കാം. ഈ പാവം എടുത്തോ. ഇതാരെ കൊണ്ടതാ ആൻസിക്ക്? मेरा फैमिली ना कोई मालूम नहीं. तुम आए? आंटी को भी नहीं? नहीं कुछ नहीं. दिस टाइम सब लोग सरप्राइज होगा. सिर्फ अलीना दी को ही पता होगा. अलीना को मालूम. आंटी दी? आंटी नहीं. അപ്പൊ നമ്മുടെ വീട്ടിലെ ആർക്കും അറിയില്ല കേട്ടോ കേസ്. കാരണം ഇത് കൺഫേം അല്ലല്ലോ. അവരും ഇല്ലെന്ന് കൺഫേം അല്ല. അപ്പൊ അതുകൊണ്ട് ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ പോയി നോക്കാം. ഓക്കെ, അവിടെ വീട്ടിലിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാട്ടാ. നമുക്ക് അവിടെ സിറ്റുവേഷൻ നോക്കട്ടെ. ഓക്കെ, എന്നാ പ്ലാനിങ് ആണ് വെച്ച്. അപ്പൊ ഇത് അവള് കിച്ചണിലാന്നാ പറയാനേട്ടാ. ആൻസിക്കും അറിയില്ലടാ. ഞാൻ മെസ്സേജ് ചുമ്മാ ചോദിച്ചാണ്. നമുക്ക് പെട്ടെന്ന് പോയി കാണാം. ഓക്കെ, റെഡിയേ? ഓക്കെ, സൈലന്റ്. ഓക്കെ, ഇവിടെ യെസ് പറഞ്ഞല്ലോ. യെസ്. ഓക്കെ ഓക്കെ. किचन में किचन Shama. अयो
cinema ko mau malu kalam parayo. Masa ya itu? Cleaning jobs to bakombo Hyderabad na ta. What is this though? डर लागे ना बुई कस्तो भएको या देख्छौ मलाई ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നോ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നോ अनि ठिकै डर लाग्यो बुई यार त खै अब कसरी आइस सोध्दै आइस അമ്മക്ക് മനസ്സിലായോ हिन्दी इंग्लिश അല്ല പെടുന്നൊരു ഇതില്ലല്ലോ कल गरेर എക്സിസ്റ്റ് എന്താ പറയാ എക്സിസ്റ്റ് എന്ത് ഹൈദരാബാദിലെ എക്സിസ്റ്റ് ഉണ്ടല്ലോ ആ അതിലെ പോയി അപ്പൊ ഒരാൾക്ക് ബാക്കിൽ गेट नम्बर पनि थिएन नि त अन्त कस्तो साह्रो परेको थिएन कि कस्तो साह्रो ഗേറ്റ് നമ്പർ കണ്ടില്ല പറഞ്ഞു एलिभेटरमा डर लागेर काम त അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്നിച്ചോ ഞങ്ങള് ആര് അപ്പുറത്തെ വണ്ടി ചോദിച്ചേന്റെ വണ്ടി എടുത്തിട്ട് പോകുന്നത് ആ ഞാൻ പോപ്പിച്ചാരം പറഞ്ഞത് പോപ്പിച്ചാരം പറഞ്ഞത് എന്റെ വണ്ടി ഓടിക്കുന്നേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ഞാൻ വിചാരിച്ചു അല്ല ഉള്ള സൗണ്ട് കേട്ട് വന്നത് അയ്യോ ചെറിയ കാപ്പി നോക്കിയേ നീ ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആവുമല്ലോ അത് നിന്റെ നാട്ടിൽ നിന്ന് ഇറക്കുമതി ഇമ്പോർട്ടന്റ് ഇതെല്ലാം വെച്ച് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെ എന്റെ ഷർട്ട് കണ്ടോ ഞാൻ നൈസായിട്ട് വണ്ടി എടുത്ത് വെച്ചു വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പൊ അത് കൊച്ചു ചോദിക്കണേ വണ്ടി കയറുമ്പോ കൊച്ചു ചോദിക്കണേ അമ്മക്ക് സർപ്രൈസ് ഉണ്ടാക്കാ പെട്ടെന്ന് മനസ്സിലായി ഇവിടെ കൊച്ചു പ്ലാൻ ചെയ്ത് അമ്മ അവിടെ അടുക്കളയിലാണെങ്കിൽ ഇവിടെ വാതിലിന്റെ അടുത്ത് നിന്നാ മതി അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ അതാണ് आपको भी नहीं पता था मैं आऊंगी ഞാൻ എപ്പോഴാ പറഞ്ഞോളൂ ആർക്കും അറിയില്ല എനിക്ക് എന്തൊക്കെയാണ് ചേച്ചി മേടിച്ചത് ആ എല്ലാം ഉണ്ട് सुँगुरको खुट्टाको अचार സെല്ലട്ടി മസാല सुँगुरको खुट्टाको अचार പ്ലാന്റ് കുട്ടിയെ ഇത് കണ്ട അമ്മ അവിടെ വെച്ച കട ഇത് കാണിച്ചില്ലേ വാ നോക്കട്ടെ കാണിച്ച് കൊടുക്കാൻ പോവാണ് ബാബ പറയണേ ആൻസി എടി മുടി വെച്ച് നോക്കട്ടെ നമുക്ക് പൊട്ടി എന്താ നൂഡിൽസ് നൂഡിൽസ് പൊട്ടിക്കണ്ടേ നോക്കാട്ടോ പൊട്ടിയാ ആ പെട്ടി ഇവക്ക് കന്നുകൂടിയാന്ന് ഇവക്ക് ഡ്രസ്സൊന്നും ഇല്ലേ ഡ്രസ് കുറച്ചുണ്ട് അവിടെ ഇന്നർവേറുണ്ട് ഗുന്ദ്രുക്ക് ആ ഇത് നമുക്ക് രസം മാതിരി വരും ചീര പുളിയുണ്ട് പുളി രസം മാതിരി വരും ഇത് നമുക്ക് ഇപ്പൊ ഓണക്കിലോ വെമ്പയറോ വമ്പയർ അത് ഓണക്കി പക്ഷെ ഇത് ഭയങ്കര മണം കേട്ടോ കഴിക്കാൻ പറ്റല്ലേ ആ അതെ എന്താ അച്ചാറ് ആ മൈ ഗോഡ് അടുത്തത് മുളക് ചേച്ചി പാവം എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം കയ്പ് വരും നല്ല ഒലത്തി കഴിക്കണം നല്ല രുചിട്ടോ ആ ഉണ്ടാക്കാം ഉണ്ടാക്കി തരാട്ടാ ഓ പൊന്നിച്ചേ മുളക് കാണിച്ചേ സെൽറോട്ടി ഇത് ശരിക്കും സെൽറോട്ടി പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോ ശരിയായില്ലേ കഴിച്ചു നോക്കുന്നേ
ഇതുപോലെയായിരുന്നോ സോനം വേറെ ഷേപ്പ് വേറെ ഷേപ്പൊക്കെ അല്ലായിരുന്നു കൊള്ളൂലാതെ ഉണ്ടാക്കി സോനം നമ്മള് आंटी की सौदा सौदा दो टाइप है दो डिफरेंट टाइप है एक पर्पल वाला छोटा ऐसा Okay. वाला एक येलो व्हाइट वाला है और पीछे ये दोनों और की दोनों നമുക്ക് ഓർക്കിഡ് കിട്ടിട്ട് സന്തോഷമായി തെലോട്ടിക്ക് മസാല ആരാ പറഞ്ഞു നീ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു ഉണ്ടാക്കണ്ടേ കുറച്ച് കൊണ്ടുകൂടെ മൂന്നെണ്ണം കൊണ്ടുക്കോ ഇത് വേണോ എരുവത് ഇത് അലിനക്ക് വേണ്ടി ഉണ്ടാവും വേണോ എന്നാ വേടി ഒരെണ്ണം കഴിക്കും അത് സുന്ദരി അവല് ഇട്ടിക്കൂടെ അതെ. പിന്നെ മുളകുണ്ടതേ ആ 2 ഡബ മുളകു ബാക്കി എല്ലാ നൂഡിൽസ് ഉണ്ടോ പിന്നെ ഇത് നമുക്ക് രസം ഇങ്ങ രസം ഉണ്ടാക്കൂലേ അവിടെ നമ്മുടെ നാട്ടിക്ക് പക്ഷെ ഇത് എന്താ ചീര ഉണ്ടട്ടോ ചീര ഉണക്കി പിന്നെ എന്താ മണ്ണുക അടിയില് ഇടും അപ്പൊ ഇത് പുളി വരും അപ്പൊ അത് കഴിഞ്ഞിട്ട് മറ്റേ വേറെ ഇത് നൂഡിൽസ് ഈ പ്രാവശ്യം നമുക്ക് ചിക്കൻ നൂഡിൽസ് ഇത് കൊണ്ടാക്കാം പിന്നെ ഇത് നമ്മുടെ പോർക്ക് പിക്കല് പിന്നെ ഇത് വെജിറ്റബിൾസ് അവിടെ നാട്ടിക്ക് വരും നല്ല രുചിയാണ് കേട്ടോ പിന്നെ സെൽ റോട്ടി കൊറേ കഴിക്കാലോ പിന്നെ മുളകു അങ്ങനത്തെ കാര്യങ്ങളിൽ നൂഡിൽസ് അടിച്ചത് ആ നൂഡിൽസ് ഞങ്ങൾക്ക് ഇഷ്ടം അത് ഉണ്ടാക്കണം ചിക്കൻ നൂഡിൽസ് നൂഡിൽസ് ഓക്കെ ഇത് ഫ്രിഡ്ജിൽ വെക്കാത്ത പെട്ടിന് ഇത് പുഴു വരും അപ്പൊ ഇത് എനക്ക് ഒരു സിസ്റ്റർ അവിടെ നാട്ടിലെ സിസ്റ്റർ അയച്ചിട്ടുണ്ട് പാവം മെരീനക്ക് ഡ്രസ് മാറ്റിട്ട് അമ്മ ഈ ബാഗ് ബണായി വെച്ചില്ല കഴിച്ചോ മെരീന കുളിച്ചിട്ട് ഫ്രഷ് ആയി പാവം നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ കഴിച്ചോട്ടെ എല്ലാവർക്കും നമസ്കാരം ബനീസ് नमस्कारम बने ओके ഐ എം ബാക്ക് ടു കേരള വന്ദനം आई एम बैक टू केरला ओके बने അപ്പോൾ ലാസ്റ്റ് ടൈം ക്രിസ്മസ് ടൈമിൽ മെരീന ചേച്ചി വണ്ടായിരുന്നു ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ക്രിസ്മസിലെ വാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ചേച്ചി ആരുമില്ല മെരീന മാത്രം സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാനും മെരീനം വേഗം ഫുഡ് കഴിക്കാം എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഞാനും ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി മുട്ട ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പെട്ടിന ചേമാ പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഷോക്കായി പോയി അപ്പോൾ ഞാനും മെരീന ഫുഡ് കഴിച്ചോട്ടെ ദമ്മി मम्मी ഹലോ ഓ സോയിക്കുട്ടി ഹായ് എന്താ പരിപാടി പൊറോട്ട ഫുഡ് നമ്മളൊക്കെ മറന്നാ നമ്മളൊക്കെ മറന്നാ ഒരു ദിവസം മാത്രം മറക്കും ഒരു ദിവസം മാർക്കും ഓക്കെ ഫസ്റ്റ് വരുമ്പോ മാത്രം ഇച്ചിരി ബിസി ഉണ്ടാവും എന്താ വിശേഷം വിശേഷം ഫുഡ് കഴിച്ചു അപ്പൊ കുറച്ചു നേരം വർത്തമാനം പറയുന്നുണ്ടോ നാളെ രാവിലെ എനിക്ക് എന്റെ കൊച്ചൊക്കെ സ്കൂളിലാണ് അപ്പൊ ഇച്ചിരി നേരം വർത്തമാനം പറയുന്നിട്ട് പിന്നെ ഉറങ്ങണം എനക്ക് ഉറക്കമുണ്ടോ വീട്ടിക്ക് വിശേഷം എന്ന് പറയും വീട്ടിക്ക് വിശേഷം പറഞ്ഞിട്ട് കടന്നുറങ്ങും ചോദിച്ചിട്ട് പിന്നെ ഉറങ്ങണം ഇപ്പൊ ചേച്ചി കൂടി ഉണ്ടെങ്കിലോ ചേച്ചി കൂടി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ സന്തോഷമായി അപ്പൊ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാനും മറക്കില്ല सब्सक्राइब शेयर അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർക്ക് പുതിയ സബ്സ്ക്രൈബർക്ക് ഇല്ലേ പഴയ സബ്സ്ക്രൈബർക്ക് ഒക്കെ അറിയോ മെരീന കുട്ടി ആരാ അപ്പൊ പുതിയ സബ്സ്ക്രൈബർക്ക് പറയാം മെരീന കുട്ടി എന്റെ ചേച്ചിയുടെ മോളുണ്ട് മൂത്ത മോളുണ്ട് അപ്പൊ ഒറ്റക്ക് വന്നിട്ടുണ്ടോ ലാസ്റ്റ് ഇയർ ചേച്ചി വന്നായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം മെരീന കുട്ടി ഫസ്റ്റ് ടൈം ട്രാവൽ എലോൺ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്തായിരുന്നു ആ മറ്റേ എന്താ പറയാൻ പറഞ്ഞത് ഫ്ലൈറ്റില് ആ ഫ്ലൈറ്റില് ഒരു ചേട്ടാ കണ്ടു അപ്പൊ അവിടെ ബാഗ്ഡോഗ്ര ടു ഹൈദരാബാദ് ടു കൊച്ചിൻ അല്ലേ അപ്പൊ ബാഗ്ഡോഗ്രയിലെ ഹൈദരാബാദ് വരെ ഒരുമിച്ചുണ്ടായിരുന്നു പിന്നെ ഹൈദരാബാദ് ടു കൊച്ചിനും ഒരുമിച്ചിന് അപ്പൊ ആ ചേട്ടാ പറഞ്ഞപ്പോ നമ്മുടെ മുമ്പ് ഫ്ലൈറ്റിൽ ഒരുമിച്ചുണ്ടായിരുന്നുള്ളോ പറഞ്ഞ അപ്പൊ എവിടെ പോണേ പറയണ അപ്പൊ കൊച്ചി പോണേ പറയണ എവിടെയല്ലേ വന്നേ അവ കലിംപൂങ്ങില് വന്ന് പറയണ അപ്പൊ ആ ചേട്ടാ അവന് സിക്കിമില് വർക്കിംഗ് ഉണ്ടോ എന്താ വർക്ക് ഉണ്ടോ അപ്പൊ ചേട്ടാ ഒരു മിനിറ്റ് പറയണം അപ്പൊ ഗൂഗിളിൽ വേഗം സെർച്ച് ചെയ്തിട്ട് അപ്പൊ നമ്മുടെ നേപ്പാളി മലയാളി ഇങ്ങനെ കാണിച്ച ആരെയോ പറഞ്ഞു അപ്പൊ ഇത് എന്റെ ആന്റി ഉണ്ടോ പറഞ്ഞു प्राउड फील होटल क्या बोला तू हाँ मेरा आंटी हाँ अब ये क्या बोला ओह मैं भी उधर का कोची का ही मैं जानता हूँ नहीं बोला വീഡിയോസ് കാണുന്നുണ്ടോ പറഞ്ഞു അത് മലയാളിയാണോ മലയാളി കാണിച്ച ആരെയോ ചോദിച്ച അപ്പൊ ആ ഇത് എന്റെ അമ്മക്ക് സിസ്റ്റർ ഉണ്ട് എന്റെ ആന്റി ഉണ്ട് അപ്പൊ അവിടെ പോണുണ്ട് പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് ആൾക്കാരെ അറിയുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ
ഓരോരോ ആൾക്കാർ നമുക്ക് പരിചയപ്പെട്ടുമ്പോ നല്ല പിന്നെ ആ ചേട്ടാ ഹെൽപ്പ് ചെയ്ത പറയണം അവൾക്ക് ട്രോളിയൊക്കെ ഇത് ചെയ്യണം മേലെ വെക്കണം അങ്ങനെ അപ്പൊ എല്ലാവരും ചേച്ചാ ബൈ ബൈ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീടിന് പുറത്താണ്, അല്ല സോറി ഈ റൂമിന് പുറത്താണ് അല്ലേ. അപ്പോൾ ബൈ ബൈ. റൂമ് കാണിച്ചു കൊടുത്തു, എന്താ നിന്റെ ബെഡ് കാണിച്ചു. ആ അതെ എൻ്റെ ബെഡ് ഇത് എവിടെ ആട്ടക്ക് ഇതാണ് ബെഡ്. സോയിക്കുട്ടി വിരിച്ചു വെച്ച് നോക്കി സ്നേഹമുണ്ട് കേട്ടോ പാവം. അതെ ഇതിങ്ങനെ വിരിച്ചു വെച്ചിരിക്കണം. അപ്പൊ സോയിക്കുട്ടി ഗുഡ് നൈറ്റ്, നന്നായിട്ട് ഇറങ്ങിക്കോ. മാത്രം നാളെ വരും ഞാൻ. ഓക്കെ നാളെ വരും. എനിക്ക് കിടന്നാലും കുഴപ്പമില്ല, എനിക്ക് സമാധാനം കിട്ടുമല്ലോ അവിടെ കിടക്കുമ്പോ. ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ്. ബൈ 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 ഗുഡ് നൈറ്റ്. ബൈ ഗുഡ് നൈറ്റ്.